നമസ്കാരം. നമുക്കിന്ന് കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കാം. കർമ്മസിദ്ധാന്തം തീർച്ചയായിട്ടും ഹിന്ദുയിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ്. ചാർവാകരൊഴികെ എല്ലാ തത്വദർശനങ്ങളും കർമ്മസിദ്ധാന്തത്തെ അംഗീകരിക്കുന്നുണ്ട്, ബുദ്ധമതം ഉൾപ്പെടെ. ഇനി കർമ്മസിദ്ധാന്തത്തിൽ 3 തരം കർമ്മങ്ങളാണുള്ളത്. ഒന്ന് പ്രാരബ്ധ കർമ്മം, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മം. ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മം, അതാണ് പ്രാരബ്ധ കർമ്മം. 2 സഞ്ചിത കർമ്മം, അതിപ്പോൾ ആയിട്ടില്ല, അതൊരു 10-15 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കർമ്മഫലത്തിൻ്റെ പേരാണ് സഞ്ചിത കർമ്മം. പിന്നെ സഞ്ചിമാൻ കർമ്മം, അത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ വരാൻ പോകുന്ന കർമ്മഫലം, അതാണ് സഞ്ചിമാൻ കർമ്മം. ഇങ്ങനെ 3 തരം കർമ്മഫലം അല്ലെങ്കിൽ കർമ്മങ്ങളുണ്ട് എന്നാണ്, കർമ്മഫലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. കർമ്മസിദ്ധാന്തത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് കൃത്പ്രണാഷ്. കൃത്പ്രണാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഭയങ്കര തെണ്ടിത്തരമൊക്കെ കാണിച്ച്, സകല തരികിടകളും കാണിച്ച് 10, 45, 50 വയസ്സ് വരെ സുഖിമാനായി ജീവിച്ച് 51ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ അയാൾക്ക് കർമ്മത്തിന്റെ ഫലം കിട്ടാൻ സമയമെടുത്തിട്ടില്ല, അല്ലെങ്കിൽ സമയമായിട്ടില്ല. അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഹിന്ദുയിസം പറയുന്നത്. കൃത്പ്രണാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതൊരു പക്ഷെ ഈ ജന്മത്തിലാവണമെന്നില്ല, അടുത്ത ജന്മത്തിലായിരിക്കാം. കർമ്മഫലം കിട്ടുക തന്നെ ചെയ്യും. ഇതാണ് കൃത്പ്രണാഷ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊരു വാക്കാണ് അകൃതം ഉപഗം. അതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലം വേറെ ആളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയില്ല, വേറൊരാളുടെ കർമ്മത്തെ നിങ്ങൾക്ക് എടുക്കാനും കഴിയില്ല. നിങ്ങളുടേത് നിങ്ങൾ തന്നെ അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് അത് എൻ്റെ മക്കൾക്ക് വരും, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അതിൻ്റെ ഫലം കിട്ടും. അത് സത്യത്തിൽ ഹിന്ദുയിസം അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ. പക്ഷേ ബുദ്ധമതത്തിൽ അങ്ങനെയുണ്ട്. ബുദ്ധമതം അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഒരാളുടെ കർമ്മഫലം വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള തത്വസംഹിതകൾ നിങ്ങൾക്ക് ബുദ്ധമതത്തിൽ കാണാൻ സാധിക്കും. പിന്നെ ക്രിസ്തുമതത്തിൽ നമുക്ക് ആ കർമ്മഫലം ഷെയർ ചെയ്തത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആ കർമ്മഫലം ഏറ്റെടുക്കുന്ന ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. കുരിശിൽ സ്വയം കുരിശിലേറുന്ന യേശു ക്രിസ്തു പറയുന്നത്, ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളുടെ മുഴുവനും പാപവും പേറിക്കൊണ്ട് താൻ കുരിശേറുന്നു എന്നാണ്. എന്നുവെച്ചാൽ, ഭൂമിയിൽ അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്മാരുടെ പാപത്തിന്റെ ഫലം താൻ ഏറ്റെടുക്കുന്നു എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. ഇനി സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നമ്മുടെ കർമ്മഫലം കൊണ്ടാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ മേലെ നമുക്ക് കൺട്രോൾ ഉണ്ടോ? നമുക്ക് സംഭവിക്കുന്ന എല്ലാം നമ്മുടെ കർമ്മഫലം കൊണ്ടാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് കൺട്രോൾ ഉണ്ടോ? ഇപ്പൊ ഞാനിപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു, അത് എൻ്റെ ഒരു കർമ്മഫലമാണോ? എൻ്റെ ഒരു യോഗമാണോ? അതോ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? ഇത് കാലാകാലങ്ങളിൽ ഈ തത്വശാസ്ത്രങ്ങളെ അല്ലെങ്കിൽ ഫിലോസഫീനെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു വലിയ ചോദ്യമാണ്. പലപ്പോഴും ഉത്തരം കിട്ടാത്ത വലിയ ചോദ്യമാണ്. ഈ കാര്യം നമുക്ക് 2 ചിന്തകളിലൂടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഒന്നാമത്താണ് ഒരു ഡിറ്റർമിനിസം അല്ലെങ്കിൽ നിയതിവാദം എന്നൊക്കെ അതിനെ വേണമെങ്കിൽ പേര് വിളിക്കാം. ഡിറ്റർമിനിസം അല്ലെങ്കിൽ നിയതിവാദം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ വെറും ഒരു ടൂള് മാത്രമാണ്, നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല, സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അനുവദിച്ചു കൊടുത്താലേ പിന്നെ പെട്ടില്ലേ? നമുക്കൊരു കൊലപാതകീനെ ശിക്ഷിക്കാൻ കഴിയും, നാട്ടിൽ പോലീസിന് പണിയുണ്ടാവും, കുട്ടികളെ ശാസിക്കാൻ കഴിയുമോ? ഒന്നും കഴിയില്ല. അപ്പൊ ഈ നിയതിവാദം, ഡിറ്റർമിനിസം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സാധാരണഗതിയിൽ മനുഷ്യന്മാരുടെ ജീവിതത്തെ ഭയങ്കര സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. വേറൊന്നാണ് ഒരു ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു കാര്യം. എന്ന് വെച്ചാൽ, എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ നിയന്ത്രിക്കുന്നതാണ്, എനിക്കും കൂടി അതിൽ പങ്കാളിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം. ലോകത്തിന്റെ നല്ല നടപ്പിന് മുന്നോട്ട് പോകാൻ, ലോകം കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് എന്ന് തീരുമാനിക്കേണ്ടി വരും. സത്യത്തിൽ ഈ സൈദ്ധാന്തികപരമായിട്ടൊക്കെ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒരു സാധാരണഗതിയിൽ നമ്മൾ
ഓരോ ദിവസവും തള്ളി നീക്കി ജീവിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ പോയാൽ ജീവിതം ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യം. ഷോപ്പൻഹവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദാർശനികനുണ്ട്. ലോകത്തിലെ ഏറ്റവും നിരാശാവാദിയായിട്ടുള്ള ദാർശനികൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹം പറയുന്നത് ഇതുവരെ ജനിക്കാത്തവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. ജനിച്ച ഉടനെ മരിച്ചുപോയ കുട്ടികളാണ് രണ്ടാമത്തെ ഭാഗ്യവാന്മാർ. ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ എന്നെപ്പോലെ ജനിച്ചതിന് ശേഷം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നാണ്. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഘോഷിക്കപ്പെട്ടിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ കർമ്മ സിദ്ധാന്തവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സെന്റൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളിലുണ്ട്. നല്ല രസമുള്ള ഒരു വാക്കാണ്. മാൻ ക്യാൻ ഡു വാട്ട് ദേ വിൽ, ബട്ട് ദേ കനോട്ട് വിൽ വാട്ട് ദേ വിൽ. ഒരു മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയും, പക്ഷെ അവൻ എന്താണ് ആഗ്രഹിക്കേണ്ടത് എന്ന് അവൻ ആഗ്രഹിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് എത്തിച്ചേരുക എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഒരു തരം എന്താ പറയുക, കർമ്മ സിദ്ധാന്തത്തിലോട് വെളിച്ചം വീശുന്ന ഒരു ദാർശനിക ചിന്തയാണത്. പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാള് ഈ തരികിടകളൊക്കെ കാണിച്ചതിന് ശേഷം അയാൾ മരിച്ചു പോയാൽ അയാളുടെ കർമ്മം എന്താവും, അല്ലെങ്കിൽ അയാളുടെ കർമ്മഫലം എന്താവും. അപ്പൊ ഈ കർമ്മഫല സിദ്ധാന്തം ആത്മാവ് എന്ന് പറയുന്ന ഒരു ദർശനവും കൂടെ കൊണ്ടുവരികയാണ്. എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ ശരീരം മരിക്കുമ്പോൾ അയാൾ തീരുന്നില്ല, ആത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ക്യാരി ചെയ്തു പോകും എന്നുള്ളതാണ് ആ ദർശനം. ശരി തെറ്റുകളെ കുറിച്ചൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. കാര്യം നമുക്ക് നമ്മുടെ കൺമുന്നിലോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ അറിയാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊക്കെ മണ്ടത്തരമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കിത് മണ്ടത്തരമാണെന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല. അവർക്ക് പറയാം, ഇത് ഞാനിത് വിശ്വസിക്കുന്നില്ല. കാര്യം അതിനെയൊന്നും തെളിയിക്കാനും പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്, അത് അതിന്റെ വഴിക്ക് വിട്ടേക്കുക. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ദർശനങ്ങളിലും ഈ ആത്മാവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്തുമതം സോൾ എന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഇസ്ലാം മതത്തിന് റൂഹ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഹിന്ദുയിസത്തിലാണെങ്കിൽ ആത്മ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഗീതയില് ആത്മ എന്ന് പറയുന്ന പരാമർശം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ റീബേർത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ശ്രമമാണ് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഓർമ്മയിലുള്ളത് പങ്കുവയ്ക്കുക. താങ്ക് യു.